ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണി ആയിട്ടാണ്. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ കഴുകി നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് അരമണിക്കൂർ വെച്ചേക്കണം. അടുത്തായിട്ട് 1 കിലോ പ്രോൺസ് ആണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനുള്ളിൽ 1 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 3 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് നല്ലപോലെ ഇളക്കി മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചേക്കണം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ മസാല പേസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്കൊരു ജാറിൽ 12 നമ്മുടെ ഗാർലിക് ക്ലോവ്സ്, 1/2 ഇഞ്ച് ജിഞ്ചർ, 10 കൊച്ചുള്ളി, 4 പച്ചമുളക്, പിന്നെ ഒരു 4-5 ഡ്രൈ റെഡ് ചില്ലീസ്, പിന്നെ നല്ല ഫ്രഷ് കൊറിയൻഡർ ലീവ്സും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യം. ഇതിലേക്ക് നമുക്കിനിയും 1 ടേബിൾ സ്പൂണ് ഗ്രേറ്റഡ് കോക്കനട്ട്, നമ്മുടെ തേങ്ങ, പിന്നെ ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് പോലും. അപ്പം നമ്മുടെ മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് കുക്കർ എടുക്കുക. അതിൽ 3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂണ് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ഉള്ളി സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി ബ്രൗൺ ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ ടൈം കൊണ്ട് നമ്മുടെ പൊടികൾ എടുത്ത് വെക്കാം. അപ്പോൾ ഞാനെല്ലാം കൂടി മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ബൗളിൽ നമുക്ക് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 3 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കൊറിയൻഡർ പൗഡറാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഉള്ളി ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 3 ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൗഡർ, സ്പൈസസ് പൗഡർ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഫ്രഷ് കൊറിയൻഡർ ലീവ്സും കൂടി ഇട്ട് കൊടുക്കണം.
ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് എല്ലാം മസാലയിൽ നല്ലപോലെ മിക്സായി കഴിയുമ്പം ഇതിനകത്തോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി സോക്ക് ചെയ്ത് വെച്ചിരുന്ന ബസ്മതി റൈസും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കിനി കുക്കർ അടച്ചു വെക്കാം. അപ്പം കുക്കർ അടച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആവി വരാൻ തുടങ്ങുമ്പോൾ വിസിലിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 8 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കർ തുറക്കാം. നമ്മുടെ പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഗാർണിഷ് ചെയ്യുന്നത് ഒരു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ കാഷ്യൂവും പിന്നെ മുന്തിരിങ്ങയും പിന്നെ നമ്മുടെ മല്ലിയിലയും വെച്ചാണ് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ കാഷ്യൂവും മുന്തിരിങ്ങയും ഞാൻ നെയ്ക്കകത്തിട്ട് വറുത്തെടുത്തതാണ്. നിങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഇടണമെങ്കിൽ അത് നിങ്ങളുടെ അനുസരിച്ച് ഇടാം. അപ്പം ഓണിയൻസ് വേണേലും ഫ്രൈ ചെയ്ത് ഇടാവുന്നതാണ്. അപ്പം ഞാനത് ചെയ്തിട്ടില്ല. അപ്പം ഞാനിത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി റെഡിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. നല്ല സൂപ്പറാണോ? നല്ല സൂപ്പർ. നീ കഴിച്ചില്ലല്ലോ, കഴിച്ചിട്ട് പറയടേ. സൂപ്പർ സൂപ്പർ. എന്താ ഇത്? പ്രോൺസ് ബിരിയാണി. സോ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് എല്ലാവർക്കും വീണ്ടും അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.